അതെ, നമ്മുടെ കേരളത്തിൽ തന്നെ മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇടുക്കി. അപ്പൊ ഇടുക്കിയെക്കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയെക്കുറിച്ചിട്ട് നമുക്ക് വർണ്ണിക്കാനായിട്ട് വാക്കുകളും അധികമില്ല. അത്രയധികം മനോഹരമാണ് നമ്മുടെ ഇടുക്കി. അപ്പൊ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലോട്ട് കയറിയപ്പോൾ തന്നെ തുടങ്ങി മലയോര മേഖലയിലെ മനോഹരമായ കാഴ്ചകൾ. ഞാനിപ്പോൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പൊ പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞാനൊരു ആലപ്പുഴക്കാരിയാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ മലയോര മേഖലയൊക്കെ. ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങള്, കാടുകള്, അതുപോലെ തന്നെ തേയിലത്തോട്ടം, മലയോര മേഖല, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സ്ഥലങ്ങളാണ്. അപ്പൊ ഇടുക്കി തന്നെ ഞാൻ ഒത്തിരി തവണ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര തവണ വന്നെന്ന് പറഞ്ഞാലും മടുക്കില്ല നമ്മുടെ ഇടുക്കിയെ. അത്രയേറെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടൂറോ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ കട്ടപ്പനയിൽ ഒരു ആവശ്യമായിട്ട് വന്നതാണ്. അപ്പോൾ ഈ പോകുന്ന വഴി നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകണമല്ലോ എന്ന് കരുതിയിട്ട് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഇഷ്ടം തോന്നുന്നിടത്തെല്ലാം നിർത്തി സെൽഫി എടുത്തും വീഡിയോസ് എടുത്തൊക്കെയാണ് കേട്ടോ യാത്ര മുന്നോട്ട് പോയത്. എന്തായാലും ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുന്നവരെല്ലാം ഈ ഒരു വാട്ടർഫാൾസിൽ ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്തിട്ടേ യാത്ര മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം വന്നപ്പോൾ തന്നെ മഴ ചെറുതായിട്ടുണ്ട്, പക്ഷേ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയാണ് നന്നായിട്ട് നമ്മുടെ ദേഹത്ത് വെള്ളം വീഴുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് ഇവിടെ അടുത്ത കടയിൽ നിന്ന് റെയിൻകോട്ട് വാങ്ങിച്ചിട്ടോ. ഇതുവഴി വരുന്നവർ, ഈ ഒരു കാലാവസ്ഥയിലൊക്കെ വരുന്നവർ റെയിൻകോട്ട് വീട്ടിലുണ്ടെങ്കിൽ അത് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം വെറുതെ പൈസ കളയണ്ടല്ലോ. ഞങ്ങളുടെ കയ്യിൽ വീട്ടിൽ റെയിൻകോട്ട് ഉണ്ടായിട്ട് പോലും നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് വേറെ റെയിൻകോട്ട് വാങ്ങിക്കേണ്ടി വന്നിട്ടോ. കാരണം എന്നാൽ മാത്രമല്ലേ ഇതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പൈസ ഒന്നും നോക്കിയില്ല, റെയിൻകോട്ടൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് വെള്ളച്ചാട്ടത്തിനടുത്ത് നിന്ന് എൻജോയ് ചെയ്തു. അതിനുശേഷം നല്ല തണുപ്പ്. അപ്പോൾ ഒരു ചൂട് ചായ കുടിച്ച് കളയാന്ന് കരുതിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കട്ടപ്പനയിൽ എത്താനായിട്ട് ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടപ്പനയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ വീണ്ടും ഒരു വെള്ളച്ചാട്ടം. ഇതൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇറങ്ങാനായിട്ടുള്ള പ്രത്യേക കാരണം ഇവിടെ വേറെ ആൾക്കാരൊന്നുമില്ല, നല്ലൊരു പ്രൈവസി ഫീൽ ചെയ്തു. അപ്പം നമ്മൾ ഇവിടെ തന്നെ വണ്ടി നിർത്തി വേഗം ചാടി ഇറങ്ങി കേട്ടോ. കാരണം ഇത് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ അരുവി വയ്ക്കുമ്പോൾ പേടിക്കാനും ഒന്നുമില്ലല്ലോ. മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്ക് പേടിക്കണം. ഇത് വലിയ പേടിയൊന്നും തോന്നത്തില്ല, ചെറുതായതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ഈ ഒരു വെള്ളത്തിലൊക്കെ കളിക്കാനൊക്കെ പറ്റും. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, ഒരു രക്ഷയില്ല. നിങ്ങൾ നോക്കിയ പുഴയൊക്കെ ദേ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. കണ്ടാൽ തന്നെ പേടി തോന്നും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടോ. അപ്പോൾ നമ്മൾ കുട്ടിക്കാനം എത്തി. കുട്ടിക്കാനം ജംഗ്ഷനിൽ തന്നെ എനിക്ക് തോന്നുന്നു പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു ബേക്കറി ഒക്കെ ആയിട്ട് ചേർന്നിട്ടുള്ള ഒരു ഹോട്ടലാണ്. ബേക്കറി ഹൗസോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നി, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ, സോറി. അപ്പോൾ നമ്മൾ ആ ഒരു ഹോട്ടലിൽ കയറി. നല്ല മന്തി കിട്ടി ഇവിടെ നിന്ന് കേട്ടിട്ടാണ് ഇവിടെ കയറിയത് കേട്ടോ. അപ്പോൾ നമ്മൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കുള്ള ഒരു ഹോട്ടലാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത മന്തി എത്തി കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. സ്മെല്ല് കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി.
ഞങ്ങളിപ്പോൾ ഉള്ളത് കുട്ടിക്കാനത്താട്ടോ. അടിപൊളി നല്ല സൂപ്പർ ക്ലൈമറ്റ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. പക്ഷേ ഫുഡ് കഴിച്ചിട്ട് വാങ്ങിച്ച ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പാഴ്സൽ വാങ്ങിച്ചിട്ടെടുത്തു. കൊള്ളാം കേട്ടോ, സൂപ്പർ സ്ഥലം. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടപ്പനയിലേക്ക് എത്തണം. അപ്പോൾ കട്ടപ്പനയിൽ എത്തിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.